കുരുവംശ രാജകുമാരന്മാരായ പാണ്ഡവരെയും കൗരവരെയും ഒക്കെ ആയുധവിദ്യയുടെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ചത് കൃപാചാര്യരുടെ നേതൃത്വത്തിലാണ്. തൻ്റെ പേരക്കുട്ടികൾക്ക് അതുല്യനായ ഒരു ഗുരുവിനെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഭീഷ്മരുടെ മുന്നിലേക്ക് വളരെ യാദൃച്ഛികമായിട്ട് ഒരു നിയോഗം എന്നോണമാണ് ദ്രോണർ വന്നു ചേരുന്നത്. ഭരദ്വാജ മഹർഷിയുടെ പുത്രനാണ് ദ്രോണർ. ഭരദ്വാജ മഹർഷി തൻ്റെ ശിഷ്യനായിട്ടുള്ള അഗ്നിവേശിനെ ദിവ്യായുധങ്ങളെ കുറിച്ചുള്ള സർവ്വ അറിവുകളും പരിശീലിപ്പിച്ചു. ഈ അഗ്നിവേശ മുനിയിൽ നിന്നാണ് ആഗ്നേയാസ്ത്രം ഉൾപ്പെടെയുള്ള ദിവ്യായുധങ്ങളുടെ പരിശീലനവും പ്രയോഗവും ഒക്കെ ദ്രോണർ സ്വായത്തമാക്കിയിട്ടുള്ളത്. ഈ ദ്രോണർ എങ്ങനെയാണ് കുരുവംശത്തിൻ്റെ ആചാര്യ പദവിയിലേക്ക് എത്തിയതെന്ന് അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച സംഭവങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ പരിശോധിച്ചു പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്തു പോകാതെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. പാഞ്ചാല രാജാവായ പൃഷതൻ്റെ പുത്രനാണ് ദ്രുപദൻ. ഈ ദ്രുപദ രാജകുമാരൻ്റെ പഠന കാലഘട്ടവും നടന്നിട്ടുള്ളത് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു. ഈ ഗുരുകുല കാലഘട്ടത്തിൽ ദ്രോണനും ഈ ദ്രുപദ രാജകുമാരനും ഒക്കെ വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളായിരുന്നു. ഗുരുകുല കാലഘട്ടം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പാഞ്ചാല രാജ്യത്തെ രാജാവായിട്ട് ദ്രുപദൻ അഭിഷേകം ചെയ്യപ്പെട്ടു. ദ്രോണരാകട്ടെ തൻ്റെ അസ്ത്രശസ്ത്ര വിദ്യകളിൽ കൂടുതൽ മികവ് നേടാനായിട്ട് പരശുരാമൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയാണുണ്ടായത്. തൻ്റെ ശിഷ്യനിൽ സംപ്രീതനായിട്ടുള്ള പരശുരാമൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന ദിവ്യായുധങ്ങൾ ശിഷ്യന് നൽകുകയും ചെയ്തു. ആയുധങ്ങളുടെ അമൂല്യമായിട്ടുള്ള സമ്പത്ത് നേടിയ ദ്രോണർ തൻ്റെ പഴയകാല സഹപാഠിയായിട്ടുള്ള ദ്രുപദനെ ഓർമ്മിക്കുകയും അദ്ദേഹത്തെ കാണാനായിട്ട് പാഞ്ചാല രാജധാനിയിൽ എത്തിച്ചേരുകയും ചെയ്തു. രാജധാനിയിലെത്തിയ ദ്രോണൻ തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ദ്രോണൻ തൻ്റെ സ്നേഹിത എന്ന് സംബോധന ചെയ്തത് ദ്രുപദ മഹാരാജാവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഗുരുകുല കാലത്തെ ബന്ധമെല്ലാം അവിടെ കഴിഞ്ഞു എന്നും രാജാക്കന്മാർ ദരിദ്രന്മാരുമായിട്ട് ചങ്ങാത്തം കൂടാറില്ല എന്നും നിങ്ങളുടെ ബുദ്ധിക്ക് കാര്യമായ എന്തോ തകരാറുണ്ട് എന്നുമൊക്കെ പറഞ്ഞിട്ട് ദ്രുപദൻ ദ്രോണരെ ആക്ഷേപിച്ച് പറഞ്ഞയക്കുന്നു. ദ്രുപദൻ്റെ കുത്തുവാക്കുകൾ കേട്ട് മനസ്സാ ശപിച്ച് വർദ്ധിച്ച കോപത്തോടെ അവിടം വിട്ട ദ്രോണർ നേരെ ഹസ്തിനപുരിയിലെത്തുന്നു. അവിടെ ഹസ്തിനപുരിയിൽ രാജകുമാരന്മാരെ പരിശീലിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ദ്രോണരുടെ ഭാര്യാ സഹോദരനായിട്ടുള്ള കൃപരായിരുന്നു. അവിടെ കൃപരുടെ വസതിയിൽ സ്വന്തം മകനായിട്ടുള്ള അശ്വത്ഥമാവിനെ ആയുധവിദ്യകളൊക്കെ പരിശീലിപ്പിച്ച് ദ്രോണർ കഴിയവേ ഒരിക്കൽ രാജകുമാരന്മാർ അവിടെ കൊട്ടാരത്തിന് വെളിയിൽ കുട്ടിയും കോലും കളിച്ചുകൊണ്ടിരിക്കുന്ന അവസരം അവർ കളിച്ചിരുന്ന കുട്ടിക്കോല് യാദൃശ്യമായിട്ട് സമീപത്തുള്ള കിണറ്റിൽ വീഴുകയുണ്ടായി. ആ സമയത്താണ് ദ്രോണറുടെ ഒരു വരവ് ആ ഒരു സ്ഥലത്തേക്ക്. ഈ കുട്ടിക്കോൽ എടുക്കാനായിട്ട് എങ്ങനെ തിരിച്ചെടുക്കുമെന്ന് കരുതി വിഷണ്ണനായിരിക്കുന്ന ഈ കുമാരന്മാരുടെ അടുത്തേക്ക് ദ്രോണർ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും കുമാരന്മാർ കൂടി. ദ്രോണർ കുമാരന്മാരോട് ചോദിച്ചു, ഹേ കുമാരന്മാരെ, ഭരതവംശത്തിലെ കുമാരന്മാരുടെ വീര്യം ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടിക്കോൽ നഷ്ടപ്പെട്ടതിനാണോ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നിങ്ങളെനിക്ക് ആഹാരം തരുമെങ്കിൽ നിങ്ങളുടെ കിണറ്റിൽ വീണു പോയിട്ടുള്ള കുട്ടിക്കോല് വളരെ നിഷ്പ്രയാസം ഞാൻ എടുത്തു തരാം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ചുറ്റുപാടിൽ നിന്നും നീളമുള്ള പുല്ലുകൾ ശേഖരിച്ചിട്ട് അസ്ത്രം കണക്കെ ആക്കിയിട്ട് കിണറ്റിലേക്ക് വീണ കുട്ടിക്കോൽ ലക്ഷ്യമാക്കി ഒന്നിന് പിറകെ ഒന്നായിട്ട് എയ്യുന്നു. അങ്ങനെ അത് നിഷ്പ്രയാസം പുറത്തെടുക്കുകയാണ്. ഈ ഒരു വിദ്യ കണ്ടു നിന്നിട്ട് രാജകുമാരന്മാർ അത്ഭുത പരതന്ത്രരായി നിൽക്കുകയാണ്. അങ്ങേക്ക് എന്താണ് വേണ്ടതെന്നുള്ള ചോദ്യത്തിന് ദ്രോണർ കുമാരന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ ഇവിടെ കണ്ട കാഴ്ചകൾ അതേപടി ഭീഷ്മപിതാമഹൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞാൽ മാത്രം മതിയാവും, ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്തോളൂ എന്ന് മാത്രം പറഞ്ഞു. രാജകുമാരന്മാരുടെ വിവരണം കേട്ട ഭീഷ്മർക്ക് അവർ പറയുന്ന ബ്രാഹ്മണൻ അത് ദ്രോണർ തന്നെയാണെന്ന് എളുപ്പത്തിൽ മനസ്സിലായി. അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഗുരു ദ്രോണർ തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ആളയച്ചു വരുത്തുകയുണ്ടായത്. രാജകൊട്ടാരത്തിലെത്തിയ ദ്രോണരിൽ നിന്നും ഗുരുകുലകാലം മുതൽ ദ്രുപദനാൽ അപമാനിതനായതുവരെയുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഭീഷ്മൻ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം കുരുവംശത്തിൻ്റെ ആചാര്യ പദവി ഏറ്റെടുക്കാൻ അദ്ദേഹം അങ്ങോട്ട് അഭ്യർത്ഥിക്കാനുണ്ടായത്. അവിടെ മുതൽ തുടങ്ങുന്നു കുരുവംശ രാജകുമാരന്മാരുടെ ശസ്ത്രവിദ്യകളിലെ പാഠവം.